അങ്ങനെ കാശ്മീരിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ പ്രധാന ഗെറ്റവേ ദൂത് പത്രി എന്ന മനോഹരമായ താഴ്വരയിലേക്കാണ്. പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ തണുത്ത കാറ്റുമേറ്റ് ദൂത് പത്രിയിലേക്കുള്ള ഈ ഡ്രൈവ് തന്നെ വേറെ ലെവൽ ഫീലാണ്. അങ്ങനെ നമ്മൾ ദൂത് പത്രിയിൽ എത്തിയിട്ടുണ്ട്. പേര് പോലെ തന്നെ പാലൊഴുകുന്ന താഴ്വര എന്നാണ് ദൂത് പത്രി എന്ന വാക്കിന്റെ അർത്ഥം. സാധാരണ ഇവിടെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കാറുണ്ട്. പക്ഷെ നമ്മൾ ചെന്ന ഈ സമയത്ത് വെള്ളമൊന്നും അധികമില്ലായിരുന്നു. എങ്കിലും ചുറ്റും കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പും ഹരിതാപയും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ശരിക്കും മനസ്സ് നിറയ്ക്കുന്ന ഒന്നാണ്. ഈ മനോഹരമായ കാടുകളും കുന്നുകളും കണ്ടാസ്വദിക്കാൻ കുതിരസവാരി തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അങ്ങനെ ഞങ്ങളും കയറി കുതിരപ്പുറത്ത്. പക്ഷേ സംഗതി അതല്ല. കുതിരസവാരിയൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോഴാണ് ആ ചെറിയ ട്വിസ്റ്റ്. കയറുമ്പോൾ പറഞ്ഞ റേറ്റ് വേറെ, ഇറങ്ങിയപ്പോൾ പുള്ളി പറയുന്ന റേറ്റ് വേറെ. ചെറിയൊരു സീനായെങ്കിലും നമ്മൾ സൗമ്യമായി സംസാരിച്ച് കേസ് അങ്ങോട്ട് സോർട്ടാക്കി. ഇതൊക്കെ ഒരു ട്രാവൽ എക്സ്പീരിയൻസിന്റെ ഭാഗമല്ലേ അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ദൂത് പത്രിയുടെ ഭംഗി ആ തർക്കമൊക്കെ മായിപ്പിച്ചു കളഞ്ഞു. ദേവദാരു മരങ്ങളും പൈൻകാടുകളും നിറഞ്ഞ ഈ താഴ്വരയിലൂടെ കുതിരപ്പുറത്തുള്ള ഈ യാത്ര ശരിക്കുമുള്ളൊരു സിനിമാറ്റിക് അനുഭവമായിരുന്നു. ദൂത് പത്രിയിൽ നിന്ന് മടങ്ങുന്ന വഴിക്കാണ് മനസ്സ് കുളിർപ്പിക്കുന്ന ആ കാഴ്ച കണ്ടത്. പൈൻ മരങ്ങൾക്ക് നടുവിലൂടെ കല്ലുകളിൽ തട്ടി പതഞ്ഞൊഴുകുന്ന ഒരു കൊച്ചു നദി. പ്രകൃതി ഒരുക്കി വെച്ച ഒരു മനോഹര ചിത്രം കണ്ടപ്പോൾ തന്നെ വണ്ടി നിർത്താതെ പോകാൻ തോന്നിയില്ല. ആ തണുത്ത വെള്ളത്തിന്റെ ശബ്ദവും അന്തരീക്ഷവും ആസ്വദിച്ച് കുറച്ച് നല്ല ചിത്രങ്ങളും ക്ലിപ്പുകളും ക്യാമറയിലാക്കി അവിടുന്ന് നേരെ ഞങ്ങൾ വൈകുന്നേരത്തോടെ ശ്രീനഗറിലേക്ക് തിരിച്ചെത്തി. ഇനി ശ്രീനഗറിലെത്തിയാൽ ഇതൊന്നും ചെയ്യാതെ മടങ്ങാൻ പറ്റില്ലല്ലോ. അതെ, നമ്മുടെ ദാൽ തടാകത്തിലെ ഷിക്കാര റൈഡ്. ശ്രീനഗറിന്റെയും ദാൽ തടാകത്തിന്റെയും ഹൃദയമാണ് ഈ ഷിക്കാരകൾ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഈ റൈഡുകൾക്ക്. പണ്ട് രാജാക്കന്മാരുടെയും പ്രമുഖന്മാരുടെയും യാത്രാമാർഗമായിരുന്ന ഈ തടിവഞ്ചികളാണ് ഇന്ന് ദാൽ ലേക്കിലെ ടൂറിസത്തിന്റെ പ്രധാന ജീവനാടി. ശാന്തമായ തടാകത്തിലൂടെ പശ്ചാത്തല സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയും കണ്ട് അങ്ങനെ ഒരു ഷിക്കാര റൈഡ്. ആ ഒരു നിമിഷം തരുന്ന സമാധാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഓർക്കാൻ കുറേ നല്ല നിമിഷങ്ങളുമായി ഞങ്ങളുടെ മൂന്നാം ദിവസവും അവസാനിച്ചു. അടുത്ത ദിവസത്തെ കിടുക്കാച്ച് കാഴ്ചകളുമായി വീണ്ടും കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. താങ്ക്